വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ലോഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ. അതേ നമ്മുടെ പ്ലോട്ടൊക്കെ ഇപ്പോൾ റെഡിയാക്കിയതേ ഉള്ളൂ. ഇതിന് മുമ്പ് ഇപ്പോൾ ദേ ഇവിടെയൊക്കെ മണ്ണൊക്കെ ആയിട്ടും പിന്നെ ചില്ലുകളൊക്കെ കാരണം വെയിലൊക്കെ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് വെയിലൊക്കെ കുറവുള്ളത് കൊണ്ട് നമ്മൾ ഈ പ്ലോട്ട് ഒന്ന് റെഡിയാക്കി എടുത്തു. ഇവിടെ ഒരു തെങ്ങ് നിന്നിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് രക്ഷപ്പെടില്ല എന്നുള്ളൊരു തെങ്ങായിരുന്നു കേട്ടോ. അത് നമ്മൾ പിന്നെ അതങ്ങ് മുറിച്ച് കളയാമെന്ന് കരുതി. പിന്നെ കുറച്ച് ചില്ലകളും കാര്യങ്ങളൊക്കെ അരങ്ങിയിട്ട് നമ്മളിവിടെ ഇത്രയും നമ്മുടെ ലോഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലോഡിൽ നിന്ന് വന്നിട്ടുള്ള വെറൈറ്റീസ്. അതെ, യെല്ലോ റോസാണ്, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള യെല്ലോ റോസാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. അതുപോലെ തന്നെ ഡീല മൽമേസ്, ഞങ്ങൾ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ലോഡിൽ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസാണ് ഇതൊക്കെ. മാക്സിമം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. ഡീല മാൽമേസിന് നമുക്ക് ആദ്യം ഒരു 10 പ്ലാന്റ്സേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ നമുക്ക് ഓർഡേഴ്സ് വന്നു. ഒത്തിരി ഓർഡേഴ്സ് അന്വേഷിച്ച് വന്നപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ടൈം കൂടുതലായിട്ട് എടുത്തു, അന്വേഷിച്ചു. ആ ഒരു പ്ലാന്റ്സ് നമ്മൾ കുറച്ച് കൂടുതൽ റീസ്റ്റോക്ക് ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നമ്മുടെ യെല്ലോ റോസിൻ്റെയും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ലോഡിലുള്ള വെറൈറ്റീസാണ് കേട്ടോ. ഇറക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എല്ലാം ഒന്നും ഇറക്കിയിട്ടില്ല. ഓരോ പ്ലാന്റ്സായിട്ട് ഇറക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതേ ഡീല മൽമേസിനാണ്. അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമുക്കത് മാക്സിമം കുറച്ചൊക്കെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് വന്നതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെയിലൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് വന്നു. പിന്നെ ഇവിടെ ഒരു വാഴയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് കൊലച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ ആ ഒരു ഏരിയ എല്ലാം കൂടെ കിട്ടി. ഞങ്ങൾ ഈ പ്ലോട്ടൊക്കെ റെഡിയാക്കി പുതിയ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഇത് ക്രീപ്പർ റോസാണ്, നമ്മുടെ വൈറ്റ് ക്രീപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പ്ലാന്റ്സിൻ്റെ സൈസാണ് കേട്ടോ. ഞാൻ എല്ലാ തവണയും പറയും വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ സൈസ് മാക്സിമം കാണിച്ചു തരാമെന്ന്. പിന്നെ ഇത് വന്നിട്ടൊരു ടൈഗർ റോസിൻ്റെ ഒരു വെറൈറ്റിയാണ്. പീച്ചും ഒരു ചന്ദന കളറൂടെ വരുന്നൊരു ടൈഗർ റോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെത് കഴിഞ്ഞ തവണ നമ്മൾ കൊണ്ടുവന്നപ്പോൾ 2-3 പ്ലാന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് സോൾഡ് ഔട്ടായി. ഒരുപാട് പേര് വന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 പ്ലാന്റ്സോളം ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ റോസൊക്കെ നമുക്ക് കിട്ടുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അടുത്ത റോസ് എന്ന് പറയുന്നത് ഒത്തിരി പേര് തിരക്കി നടന്ന റോസാണ്. ഇതാണ് ബേബി റൊമാൻറ്റിക്ക ക്രീപ്പർ വെറൈറ്റിയാണ്. അടിപൊളിയാണ്. ക്രീപ്പറിൽ തന്നെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം. ക്രീപ്പർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്ക് നോർമലായിട്ട് കിട്ടുന്ന വൈറ്റ്, റെഡ് അതൊക്കെ നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഇതേപോലത്തെ ക്രീപ്പേഴ്സൊക്കെ കിട്ടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തപ്പി നടന്നാലും കിട്ടത്തില്ല. എന്നാൽ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് താനും. ഇതിൻ്റെയൊക്കെ മാക്സിമം നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്കൊരു 10 തൈകൾക്കകത്ത് മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മളിതെന്തായാലും ഇനിയിപ്പോൾ ആവശ്യക്കാരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു യെല്ലോ റോസാണ്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഇത്. യെല്ലോ റോസാണ് നമ്മൾ കൂടുതലായിട്ടും സെയിലിന് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മാംഗോ യെല്ലോ അല്ലാതെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അടിപൊളിയാണ്. നല്ല ഭംഗിയുള്ള യെല്ലോ വലിയ പൂക്കളുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ജസ്റ്റ് ഇമാജിൻ റോസാണ്. ഓൺ റൂട്ടഡ് ജസ്റ്റ് ഇമാജിനാണ്. നമുക്ക് ജസ്റ്റ് ഇമാജിൻ്റെയൊക്കെ കൂടുതലും ബഡ്ഡിങ് തൈകളായിരിക്കും കിട്ടുക. പക്ഷെ നമുക്കിപ്പോൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഇപ്രാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതും വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് ലാവൻഡർ ഷെയ്ഡിൽ വരുന്നൊരു റോസാണ്. അടിപൊളിയാണ്. വളരെ വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ. പിന്നെയുള്ളൊരു കാര്യം, നമുക്ക് ട്രിവാൻഡ്രത്ത് ആർക്കെങ്കിലും ഹോം ഡെലിവറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇടുക. നിങ്ങളുടെ ലൊക്കേഷൻസിലൊക്കെ ഹോം ഡെലിവറി നമുക്ക് തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ദിവസം ഹോം ഡെലിവറി വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർ ഹോം ഡെലിവറി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇടുകയോ കമൻറ്റ് ഇടുകയോ ചെയ്യുക. കമൻറ്റ് അല്ല, നിങ്ങൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഇടുക കേട്ടോ. പിന്നെ ക്രീപ്പർ ജാക്കിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് തൈകളും നാടൻ ബഡ്ഡിങ് തൈകളും ഒക്കെ വന്നിട്ടുണ്ട്. നാടൻ ബഡ്ഡിങ് തൈകളെന്ന് പറയുമ്പോൾ ഒത്തിരി വലിപ്പമുള്ള തൈകളാണ്. ഓൺ റൂട്ടഡ് തൈകൾ ഇച്ചിരി സാമാന്യം വലിപ്പം കുറവാണ് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് തീരെ ചെറിയ തൈകളല്ല, അത്യാവശ്യം ബ്രാഞ്ചൊക്കെ ഉള്ള തൈകൾ തന്നെയാണ്. ഓൺ റൂട്ടഡ് ആണ്. ഇപ്പോൾ ക്രീപ്പർ ജാക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഓൺ റൂട്ടഡ് ആയാലും നാടൻ ബഡ്ഡിങ് ആയാലും ഫ്ലവറിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാറില്ല. നല്ലപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ്ങിൽ ഫ്ലവറിങ് ആയി നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ ബ്ലാക്ക് റോസ് ഉണ്ട്. ബ്ലാക്ക് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് റെയറായിട്ടാണ് കിട്ടുന്നത്. ബ്ലാക്ക് റോസൊക്കെ എന്ന് പറയുമ്പോൾ
പൊതുവേ നമുക്ക് കിട്ടുന്നത് കുറവാണ്. നമുക്കൊന്നോ രണ്ടോ പ്ലാന്റ്സൊക്കെ ചിലപ്പോൾ 1000 പ്ലാന്റ്സൊക്കെ എടുക്കുമ്പോൾ ഒരു തരുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. 15 പ്ലാന്റ്സിനകത്ത് മാത്രമേ ബ്ലാക്കും നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ പ്ലാന്റ്സൊക്കെ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക. കാരണം ഇത്തവണ വന്നിട്ടുള്ള വെറൈറ്റീസ് ഉടനെ തന്നെ വീഡിയോസ് ഇടും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് പിന്നെ പ്ലാന്റ്സ് കണ്ടിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.